മലപ്പുറം ഊരകത്തെ സെന്റ് അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിന്റെ 11ാം വാർഷികാഘോഷവും സീനിയർ സെക്കൻഡറി ബ്ലോക്കിലെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ കെട്ടിടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകി മുന്നേറുന്ന സെന്റ് അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ 11 വർഷം പൂർത്തിയാക്കുകയാണ്. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിൽ സീനിയർ സെക്കൻഡറി വിഭാഗം കൂടി ആരംഭിക്കും. ഇതിനായി തയ്യാറാക്കിയ കെട്ടിടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യവും സാമ്പത്തികവുമായ വികസനത്തിന്റെ ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം വലിയ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പുതിയ മന്ദിരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സെക്കൻഡറി ബിൽഡിംഗ് വരെ ഈ വിദ്യാലയം വളരെ വേഗം നടന്നുപോയി എന്നുള്ളതിൽ അതിയായി സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് ഇതിൻ്റെ മുഴുവൻ നടത്തിപ്പുകാരെയും ഈ സന്ദർഭത്തിൽ മാനേജ്മെന്റിനെയും അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കാം. പൊതുസമ്മേളനം സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അറിവ് മാത്രം കൊടുക്കുന്ന സങ്കേതങ്ങളല്ല, അറിവിനോടൊപ്പം തന്നെ തിരിച്ചറിവുള്ള ഒരു തലമുറ ഉണ്ടാകാനായിട്ട് നാടിനോട് നാട്ടുകാരോടൊക്കെ പ്രതിബദ്ധതയുള്ള സമൂഹം ഉണ്ടാകാൻ ഈ സ്കൂള് കാരണമാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അറിവിനൊപ്പം തിരിച്ചറിവുള്ള തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ഇതൊരു വിദ്യാഭ്യാസ ഹബ്ബായി മാറുക, ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറുക എന്നതാണ് ഞങ്ങളുടെ വലിയ ലക്ഷ്യം. പുതിയ കെട്ടിടത്തിലെ ഫാക്കൽറ്റി ഓഫീസ് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലെക്സ് ഓർബിറ്റ് ട്രസ്റ്റ് ചെയർമാൻ ഡേവിസ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന ഡേവിസ് എടക്കളത്തൂർ. വളരെ അടുത്തു തന്നെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു വിദ്യാഭ്യാസ ഫെസിലിറ്റി ഇവിടെ ഉരുത്തിരിയുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ നിങ്ങളുടെ എവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ സ്കൂളിൽ ലഭ്യമാക്കുമെന്ന സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ തോമസ് ജോസഫും മാനേജർ ഫാദർ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ചെമ്പുകടത്തിലും പറഞ്ഞു. തുടർന്നും ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സ്കൂളിനെ ഉയർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഡ്വാൻസ് സ്റ്റഡീസ് ഇവിടെ കൊണ്ടുവരികയും ഈ പ്രദേശത്തെ കുട്ടികൾക്കും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് പ്രായോഗികമാക്കി നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഈ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയാണ്. ഇന്നോവേറ്റീവായിട്ടുള്ള പല പാഠ്യ പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്യുന്നു. അതൊക്കെ ഇവിടെ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനായിട്ട് സ്കൂളിൽ കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും അനുയോജ്യമായ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു വിദ്യാഭ്യാസ രീതികൾ, സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 24 മലപ്പുറം.